ഹായ് എവരിവൺ. ഇന്നൊരു ഡെയിലി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഡേക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടി ഒന്ന് പുറത്ത് പോവാണ്. പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു ട്രിപ്പ്, ഒരു ഡേ ഔട്ട്. അപ്പോൾ ഒരു ഡേ ഔട്ട് ആയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾക്ക് 7:30 ആകുമ്പോഴത്തേക്ക് പോകണേ. അപ്പം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കി പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്ന്. കാരണം എപ്പോഴും നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ ആയിട്ടല്ലേ പോകുന്നത്. ഇന്ന് കുട്ടികളൊന്നും ഇല്ലാതെ നമ്മൾ ടീച്ചേഴ്സ്, ഒരു 20 ടീച്ചേഴ്സ്, ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ അടുത്ത് തന്നെ ബാംഗ്ലൂരിൽ തന്നെ ഒരു റിസോർട്ടിൽ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇന്നത്തെ ഫണ്ണ്. എല്ലാവരും വാച്ച് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 7:30 ആകുമ്പോഴത്തേക്ക് പോകണേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുക്കിംഗ് പരിപാടിയാണ് നടക്കുന്നത്. അങ്ങനെ ചപ്പാത്തി, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. കണ്ട അതും കൂടിയിരിക്കുന്നത്. അവന് ട്രയാങ്കിൾ ചപ്പാത്തി വേണമെന്ന് ഞാൻ ട്രയാങ്കിൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ കൂടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ലഞ്ച് ഓൾമോസ്റ്റ് ഫിനിഷായേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡി ആവാൻ പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതും കൂടെ തന്നെ ഉണ്ട്. ഞാൻ രാവിലെ എവിടെയെങ്കിലും റെഡിയായി പോകുന്നത് അവന് കുറച്ച് വിഷമമാണ്. അപ്പോൾ അവൻ ചോദിക്കുക സ്കൂളിൽ പോവുകയാണോ, അപ്പോൾ എനിക്ക് വരുമ്പോൾ എന്ത് കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്നും ഞങ്ങൾക്ക് സ്കൂളിൽ ചുരിദാറാണ്. അപ്പോൾ ഇന്ന് ഡിഫറൻസ് കണ്ടപ്പോൾ അവൻ നോക്കുവാണ് എവിടെ പോവുകയാണ്, അപ്പോൾ സ്കൂളിൽ തന്നെയാണോ എന്ന് ചോദിക്കുവാണ്. അപ്പം അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് ഞാൻ. അങ്ങനെ നമ്മൾ റോഡിൽ വെയിറ്റ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഹൊറമൗസ് സൈഡിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും ഓൾമോസ്റ്റ് സ്കൂളിൻ്റെ നിയർ ബൈ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് പിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാനപ്പോൾ അവിടെ റോഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇപ്പം ബസ് എത്താറായി എന്ന്. അങ്ങനെ ഞാനിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പോകാനുള്ള ആ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ റോഡിൽ നിൽക്കുക. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെ ഓരോരുത്തരായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ ബസ് നമ്മളെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ തന്നെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം എല്ലാവരും വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുക്കുവാന്ന്. അങ്ങനെ എല്ലാവരും പോസ് ചെയ്യാണ് ഫോട്ടോയ്ക്ക്. അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ശ്രീവിദ്യ മാം ഫോട്ടോ എടുക്കുന്നു. ഇതാണ് നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഫോട്ടോ എടുത്തു. എല്ലാവരും സെൽഫിയും. ഇതാണ് നമ്മൾ വന്ന പ്രോപ്പർട്ടി. റോയൽ ഓർക്കിഡ് എലഹങ്ക ബ്രാഞ്ചിലുള്ളതാണ്. ഒരു റിസോർട്ടാണ് ആക്ച്വലി. റിസോർട്ട് റൂംസും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഞങ്ങൾ റൂംസ് ഒന്നും എടുത്തിട്ടില്ല. ഒരു 1 ഡേ ട്രിപ്പ് മാത്രം, 1 ഡേ സ്റ്റേ ചെയ്യാൻ മാത്രം. അതായത് മോർണിംഗ് ടു ഈവനിങ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് ഹൈ ടീ, ഇത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണേ. വരുന്നുണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു 1 by 1. ഞങ്ങൾ 20 ടീച്ചേഴ്സാണ് പോയിരിക്കുന്നത്. എല്ലാവരും ഇറങ്ങി വരുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സെൽഫി സെക്ഷനാണ്. ഇതൊക്കെ കഴിഞ്ഞു. Day breaks and I'm burned by the morning light. I make the same mistake more than twice. Same song but brand new dance. I wear out my 3rd second chance. You take my breath and I can't get it back. Might be time for me to face the facts. The best me is with you, but I know I got a lot to prove.
അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് അവിടെ കുറേ ഫ്ലവർ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുത്ത് ഫോട്ടോസ് എല്ലാവരുടെയും ഇഷ്ടമുള്ള സെൽഫീസും ഗ്രൂപ്പ് ഫോട്ടോയും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അകത്തേക്ക് കയറുവാണ്. ഇതാണ് റിസപ്ഷൻ ഏരിയ ഫ്രണ്ട് പാർട്ടിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് ടയേർഡായി കഴിയുമ്പോൾ നമുക്ക് ആ ഡ്രിങ്ക്സ് ആ സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് റിസപ്ഷൻ ഏരിയ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എൻട്രൻസ് തന്നെ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടായിരുന്നേ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് അപ്പോൾ നമ്മൾ ലഗേജ് നമ്മുടെ ബാഗൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സേഫായിട്ട് വെക്കാൻ ഒരു ഏരിയ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിവ നടക്കുമ്പോൾ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനോട് പോവാണ്. അപ്പം നേരെ ഇവിടെ ഇതൊരു ഓപ്പൺ ഏരിയ പോലെ ഇവിടെയുണ്ട്. അകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിരുന്നു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ്. ബ്രെഡ്സ്, പല ടൈപ്പ് ഓഫ് ബ്രെഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡോണറ്റ്സ്, സ്പ്രെഡ്സ്, ഇതാണ് ബട്ടർ, ചീസ്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള നിറയെ ഫുഡ് സ്പ്രൗട്ടഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഓവർനൈറ്റ് ഓട്സ് ടൈപ്പിൽ, ഓട്സിൻ്റെ തന്നെ വെറൈറ്റി. ഇത് കേർഡും കുറച്ച് ഓറഞ്ചിൻ്റെ ഇതൊക്കെ ഇട്ടതും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. കോൺഫ്ലെക്സ് ഐറ്റംസ് സാധാരണ എല്ലാം കാണുന്ന നല്ല ടേസ്റ്റി ഫുഡായിരുന്നേ. ഇത് വട സെക്ഷൻ. പിന്നെ ഇവിടെ വന്നിട്ട് ചട്നി, ഇത് ഉപ്മാ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചട്നീസ് ഉണ്ടായിരുന്നു. അതാ ഇവിടെ കുറേ ഉണ്ട്. പിന്നെ പൊടി, ഇത് ഇഡലി, പിന്നെ നമ്മുടെ ചട്നി പൗഡറുകളില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറുണ്ട്. പിന്നെ ഈ സെക്ഷനിലേക്ക് വരുമ്പം ഇവിടെ എന്താ ഉപ്മാ ഉണ്ട്. ഇത് സേമിയ ഉപ്മാ. പിന്നെ വന്നിട്ട് ഇത് സോസുകളാണ് പല ടൈപ്പ്. ഈ സൈഡ് സെക്ഷൻ ഫുള്ളും നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. അതായത് പാസ്ത വിത്ത് ചിക്കൻ, പാസ്ത വിത്ത് പനീറുണ്ട്. പിന്നെ ഇവിടെ ബോയിൽഡ് എഗ്. പിന്നെ ഈ സൈഡിൽ വന്നിട്ട് ഗ്രിൽഡ് ഫിഷും പിന്നെ സോസേജ് ചിക്കനും. പിന്നെ ഈ സൈഡിൽ എന്നിട്ട് ഇത് ഡാലാണ്. പിന്നെ ഈ സൈഡിൽ കുറച്ച് ജ്യൂസുകൾ, ഡ്രിങ്ക്സ്, അതായത് ബട്ടർ മിൽക്ക്, പൈനാപ്പിൾ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആൻഡ് ഓറഞ്ച് ജ്യൂസ്. Three parts. Three letters. Three letters. Ready? Rehearsal. 1, 2,
Fast, Gina. Don't drink, anyone. Don't drink. जिगर के पास के सामने Language. Now the next one. Third word. First one. Third word. Na. Pyar na ho jayega. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ സെക്ഷനിലേക്ക് ലഞ്ചാണ്. ലഞ്ച് സമയത്ത് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇത് കുറച്ച് സ്റ്റാർട്ടേഴ്സും വെജിൻ്റെ നോൺ വെജ് സ്റ്റാർട്ടേഴ്സും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഫുഡിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് ഇത് കുറച്ച് എന്താ പറയുക പപ്പഡ് പിന്നെ ബൺ അതൊക്കെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് ഇതാണ് ഡെസേർട്ട്. എനിക്ക് സാധാരണ ഫുഡൊക്കെ നോർമൽ ഫുഡുകളായിരുന്നു. ഇത് കണ്ടോ ടാർട്ടാണ്, അതായത് മിക്സ്ഡ് ഇത് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു ടാർട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 പീസ് എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ബക്ലവ ഉണ്ടായിരുന്നു, ചീസ് കേക്ക് ഉണ്ടായിരുന്നു, ഇത് ഫിരിനി, ദെൻ ഐസ്ക്രീം. ഇത് മറ്റേ ചീസിൻ്റെ ഒരു കേക്ക് പോലെ. ഇത് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡ് സെക്ഷൻ ലഞ്ച് ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല. സാധാരണ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെയായിരുന്നു ലഞ്ചിനുണ്ടായിരുന്നത്. പിന്നെ ഇത് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ മൗത്ത് ഫ്രഷ്നിങ് ടൈപ്പ് സാധനങ്ങളും ഡൈജഷനുള്ളതും അതൊക്കെ തന്നെയാണിത്. ആംല, ഡ്രൈ ആംല, പിന്നെ ഇത് അജ്വൈൻ, ജീര, അതൊക്കെ തന്നെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇൻഡോർ ഗെയിംസിലേക്ക് വന്നു. ഫുഡൊക്കെ നിറച്ച് കഴിച്ചല്ലേ, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇൻഡോർ ഗെയിംസാണ് ഇതെല്ലാം. അപ്പോൾ കുറച്ചൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലറീസൊക്കെ ഒന്ന് ബേൺ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഡോർ സെക്ഷനിൽ വന്നു. ഇത് ക്യാരംസ്. അപ്പോൾ ഞാനും ശ്രീവിദ്യ മാമും കൂടി ഇരുന്നിട്ട് ക്യാരം ബോർഡിൽ ഇരുന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കളിക്കാം. കുറേ നാളായില്ലേ ഇതൊക്കെ നമ്മൾ കളിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തിട്ട് ഞങ്ങളൊരു ഫുൾ ഗെയിം കളിച്ചിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇരുന്ന് നോക്കുവാണ്. നല്ലതായിരുന്നു, നന്നായിട്ട് എല്ലാവരും നല്ല അറേഞ്ച്മെൻറ്റ്സ്. ഇൻഡോർ ഗെയിംസൊക്കെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ അതേ നമ്മൾ രണ്ടുകൂടെ ഇരുന്നിട്ട് ഒരു ഫുൾ ഗെയിം ഫിനിഷ് ചെയ്തു കേട്ടോ. ശ്രീദ്യാമ്മ മുതൽ വിന്നായേ. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു നല്ലൊരു ആഫ്റ്റർനൂൺ നല്ല രസമായിരുന്നു. നന്നായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു അവിടെ. ശരിക്കും നമുക്ക് ടീച്ചേഴ്സിനെ എല്ലാവർക്കും ലേഡീസിനെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഔട്ടിങ്ങൊക്കെ പോകുന്നത് തന്നെ ഒരു ശരിക്കും റിഫ്രഷിങ് ആണ് നമ്മുടെ ലൈഫിൽ. അതായത് എല്ലാവരും കൂടി ഇരുന്ന പഴയ കഥകളും ഒക്കെ പറഞ്ഞത് കണ്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ഒരു 2.5 hours നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചു കേട്ടോ. നല്ലതായിട്ട് നമ്മുടെ ഫുഡ് നന്നായി കഴിച്ച ഫുഡെല്ലാം നമ്മൾ ബേൺ ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പാസിംഗ് ചെയ്ത് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗെയിംസൊക്കെ കഴിച്ച് നമ്മളിപ്പം കുറച്ച് ഇവിടെ ഇത് സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ വന്നപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു. കുറച്ച് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇവിടെ നല്ല റിഫ്രഷിങ് ഏരിയ ആയിരുന്നു. നമ്മൾ ഈ സൈഡിലൊക്കെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസ് ഷൂട്ട് ചെയ്ത് കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഗ്രീനറീസ് ആയിരുന്നേ. അങ്ങനെ നമ്മളിവിടെ കിടന്നും ഇരുന്നും ഒക്കെ കുറേ ഫോട്ടോസ്. നമ്മൾ പക്ഷേ സ്വിമ്മിങ് പൂളിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈവനിങ് ഹൈ ടീ ടൈമായി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ. ഹൈ ടീയിൽ വന്നു. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഫ്രഞ്ച് ഫ്രൈസ്, പക്കോട. ഇത് ഒനിയൻ പക്കോടയായിരുന്നു. നല്ല ക്രിസ്പി ആൻഡ് നല്ല ടേസ്റ്റി ഒനിയൻ പക്കോടയായിരുന്നു കേട്ടോ. നമ്മൾ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സ്നാക്കായിരുന്നു കേട്ടോ. ഇത് ടീ കേക്ക് ഉണ്ടായിരുന്നു, മുറുക്കുണ്ടായിരുന്നു, പിന്നെ ഒരു ബട്ടർ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ടീയും കോഫിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീയും കോഫിയും തന്നെയായിരുന്നു കേട്ടോ. ഞാനൊരു കോഫി എടുത്തില്ല, ഞാനൊരു ടീ എടുത്തു. ആക്ച്വലി ഞാൻ ടീയും കോഫിയൊന്നും കുടിക്കത്തില്ല. പക്ഷേ നമ്മൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നല്ല റിഫ്രഷ് ആവും. ടയേർഡ്നെസ് അല്ല, ഒരു ഫുൾ ഡേ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തതിൻ്റെ ടയേർഡായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഹാപ്പിയും നല്ല മെൻ്റലി നല്ല ഹാപ്പി ആയിരുന്നു നമ്മൾ. അത് കഴിഞ്ഞു നമ്മൾ തിരിച്ചെല്ലാവരും ഇറങ്ങുവാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും ഇത് അറേഞ്ച് ചെയ്തവർക്കും ഇതിനെ പ്ലാൻ ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ.
കാരണം നമുക്ക് ഇനിയും പോകണം എന്നുള്ളൊരു തിങ്കിങ് വന്നു. ഇത് നമ്മൾ ശരിക്കും ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇനിയും നമ്മളിങ്ങനത്തെ പ്ലാനുകളൊക്കെ പ്രതീക്ഷിക്കുന്നു, ഇനിയും നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ ടൈറ്റ് ഷെഡ്യൂളാണ് സ്കൂളിൽ. ആക്ച്വലി നമ്മളിതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോകാറായപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായി, എല്ലാവരും ഇങ്ങനെ പിരിയാണ്. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രാവിലെ പോകുമ്പോൾ ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ നടക്കുമായിരുന്നു. ഇതെല്ലാം ഫിനിഷായി. ഒരു മാരേജ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് കൗണ്ടൊക്കെ എടുത്ത്, ഹെഡ് കൗണ്ടൊക്കെ എടുത്ത് എല്ലാവരും ഉണ്ടോ എന്നൊക്കെ നോക്കി കൗണ്ട് എടുത്ത് 1 by 1 ആയിട്ട് കയറുവാണ്. അങ്ങനെ എല്ലാവരും കയറി. ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ കയറാം.